നീലാമരി എന്ന് കേട്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ ഒരു ഇംഗ്ലീഷാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് എന്താണ് ഇവരെ ഫോഴ്സ് ചെയ്ത്, ഫാമേഴ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇൻഡിഗോ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് എന്ത് ചെയ്തു, അവരെ നിർബന്ധിച്ചു. അതാണ് എന്തിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം നോക്കിക്കേ, ദി ഇൻഡിഗോ പ്രൊഡ്യൂസ് ഫ്രം ദി അമരി പ്ലാന്റ്. മിസ് പറയില്ലേ നീലാമരി, അപ്പോൾ അമരി പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിഗോ, അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു നീലം ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളായിരുന്നു? കുഡ് ബി സോൾഡ് ഓൺലി ടു ദി ബ്രിട്ടീഷുകാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളായിരുന്നു, നൽകാൻ പാടുള്ളായിരുന്നു. അതായിരുന്നു എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ റിവോൾട്ട്. ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഫോർ ദി ഇൻഡിഗോ ടു ഫാമേഴ്സ്. അപ്പോൾ അത് ഫാമേഴ്സിന് ഇവരെന്ത് ചെയ്യും, ഇൻഡിഗോ ഇത്രയും കൾട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് അവർ കൊടുത്തിരുന്നതെന്ന് പറയുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരുന്നു. എന്നിട്ട് ഇവർ മാർക്കറ്റിൽ കൊണ്ടുചെന്ന്, ബ്രിട്ടീഷുകാർ മാർക്കറ്റിൽ കൊണ്ടുചെന്ന് ഇത് ഉയർന്ന വിലയ്ക്കായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. അത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടി കുറച്ച് പൈസ മാത്രമേ ആർക്ക് കൊടുക്കത്തുള്ളൂ, ഇൻഡിഗോ ഫാമേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇറ്റ് ലെറ്റ് ദി സിവിയർ ഫുഡ് ഷോർട്ടേജ്. അതായത് ഇങ്ങനെ നീലം എന്ത് ചെയ്യുക, ഇങ്ങനെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെ ഫോഴ്സ് ചെയ്യുന്നു, നമ്മുടെ ഫാമേഴ്സിനെ ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഫുഡ് ഷോർട്ടേജ് വന്നു. അപ്പോൾ വേറെ കൃഷി ചെയ്യാൻ പറ്റുമോ, ഇല്ല. അവരെന്താണ് നീലം കൃഷി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഫുഡ് ഷോർട്ടേജ് വന്നു, എക്സ്പ്ലോയിറ്റേഷൻസ് വന്നു, ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. അവർക്ക് എന്ത് ചെയ്യാൻ, നിലനിൽക്കാൻ പറ്റാതെയായി. വിത്ത് ദി ഡിസ്കവറി ഓഫ് ദി ആർട്ടിഫിഷ്യൽ ഡൈസസിൻ്റെ ഈ ഒരു ഡിസ്കവറിയോട് കൂടി, കണ്ടുപിടുത്തത്തോടു കൂടി, ദ ഡിമാൻഡ് ഫോർ ദി ഇൻഡിഗോ ഡിക്രീസ്ഡ്. എന്നത് ഈ ഡിമാൻഡ് ഫോർ ദി ഇൻഡിഗോ ഡിക്രീസ്ഡ്. എന്ത് ചെയ്തു, ഇൻഡിഗോയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു മക്കളെ, കുറഞ്ഞു. ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ് വിത്ത് ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ്. നമ്മൾ ഈ നീലം എന്തിനു വേണ്ടിയിട്ടാണ്, ഈ തുണികളിൽ ചായമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിഗോ യൂസ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡൈസസ് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. പുതിയതായിട്ടുള്ള ഈ ഡൈ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ ഇൻഡിഗോ പോലുള്ള ഈ കളനിറം ചെറുകുന്ന വസ്ത്രത്തിന് വർണ്ണം നൽകുന്ന ഈ ഒരു നീല നിറത്തിൻ്റെ എന്ത് ചെയ്തു, ഉപയോഗം കുറഞ്ഞു വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ഇൻക്രീസ് ചെയ്തു, പോവർട്ടി ഇൻക്രീസ്ഡ്. ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ, ദ പേഴ്സൺ ടേൺ ഇൻ ടു ദി പാത്ത് ഓഫ് അജിറ്റേഷൻസ് അഗെയിൻ ദ ബ്രിട്ടീഷ്. അവർക്ക് വേറെ നിവർത്തി ഇല്ലാതിരുന്നു, വേറൊരു ഓപ്ഷൻ ഇല്ലാതിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇവർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു, പെസൻസ് പോരാടാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ്, അത് നമ്മൾ ഇൻഡിഗോ റിവോൾട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് എവിടെയായിരുന്നു, 1859 ബംഗാളിലായിരുന്നു നടന്നിരുന്നത്. ഇത്രയും സർക്കംസ്റ്റാൻസസ് കാണുമ്പോഴാണ് അവർ റിവോൾട്ട് തുടങ്ങിയത്. എന്താണ്, ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ പ്ലാന്റ്. പിന്നെന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്താണ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടി കുറഞ്ഞ പൈസയാണ് ആർക്ക് കൊടുത്തിരുന്നത്, നമ്മുടെ ഇൻഡിഗോ ഫാമേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ഷോർട്ടേജും അതോടൊപ്പം എക്സ്പ്ലോയിറ്റേഷൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആർട്ടിഫിഷ്യൽ ഡൈസിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി നമ്മളുടെ ഇൻഡിഗോയുടെ ഡിമാൻഡ് കുറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു, പോവർട്ടി കൂടി. അപ്പോൾ ഈ ഇൻഡിഗോ റിവോൾട്ട് ലെഡ് ചെയ്ത 2 പേരാണ് ദിഗംബർ വിശ്വാസ്. ആരാണ് മക്കളെ, ദിഗംബർ വിശ്വാസ്. ഇതൊക്കെ ഫസ്റ്റായിട്ട് ആയിരിക്കും കേൾക്കുന്നത്, നമ്മൾ എന്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ദിസ് വാസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദിഗംബർ വിശ്വാസ്. എന്നിട്ട് പറഞ്ഞു നോക്കിയേ, ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ്. ദിഗംബറും വിഷ്ണു, ദിഗംബരൻ എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ മറ്റേ ഒരു സിനിമയ്ക്കകത്ത് ദിഗംബരൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറില്ലേ, മനോജ് കെ ജയൻ ചെയ്ത്. അപ്പോൾ ദിഗംബർ ആൻഡ് വിഷ്ണു വിശ്വാസ്, ദാറ്റ് ദി revolt started. As the riot spread across the Bengal, the farmers abandoned their indigo cultivation. അതായത് എന്താണ്, ബംഗാളിലും മറ്റിടത്തൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പറഞ്ഞ, റൈറ്റ്സ് എന്ന് വെച്ചാൽ കലാപങ്ങൾ പൊട്ടിപ്പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, എല്ലാവരും എന്ത് ചെയ്തു, അവരുടെ ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ത് ചെയ്തു, ഉപേക്ഷിക്കപ്പെട്ടു. ഇൻഡിഗോ ഫാക്ടറീസസ് വേർ ദ അറ്റാക്ക്ഡ്. അതിനുശേഷം ഇൻഡിഗോ ഫാക്ടറീസസ് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. വെൻ ദി ഫാമേഴ്സ് റെസിസ്റ്റൻസ് ബിക്കെയിം സ്ട്രോങ്. അതായത് ഫാമേഴ്സിൻ്റെ ഈ ഒരു ചെറുത്ത് നിലപ്പ് വളരെ ശക്തമായപ്പോൾ ദ പ്ലാന്റേഴ്സ് ക്ലോസ് ഡൗൺ ദ ഫാക്ടറീസ്. പ്ലാന്റേഴ്സ് എന്ത് ചെയ്തു, ആ ഫാക്ടറീസ് ക്ലോസ് ഡൗൺ ചെയ്തു. ആൻഡ് ഇൻഡിഗോ കൾട്ടിവേഷൻ ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ദി ബംഗാളിൽ നിന്ന് ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ത് ചെയ്തു, ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് എന്ത് ചെയ്തു, ഡിസപ്പിയർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് ആരുടെ നേതൃത്വത്തിലായിരുന്നു, ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ്. ആരുടെ നേതൃത്വത്തിലായിരുന്നു, ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ആയിരുന്നു. നെക്സ്റ്റ് ഓക്കെ, നീൽ ദർപ്പൺ, ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ. നീൽ ദർപ്പൺ ഈസ് എ പ്ലേ. ഇതെന്ന് പറയുന്ന ഒരു നാടകമാണ് മക്കളെ, ഒരു പ്ലേ ആണ്. റിട്ടൺ ബൈ ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ചിട്ടുള്ള ഒരു നാടകമാണ്. അപ്പോൾ നീൽ ദർപ്പൺ എന്ന് പറയുന്ന ദീനബന്ധു, ദർപ്പൺ ഡി ഇവിടെ തന്നെ ഉണ്ടല്ലോ, ദീനബന്ധു മിത്ര. ഇത് വൺ വേർഡിനൊക്കെ ചോദിക്കാം. ഇൻ 1960 ബേസ്ഡ് ഓൺ ദി മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാളിലെ നീലം കർഷകരുടെ, അതായത് ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ കഷ്ടപ്പാടുകളെ, മിസറീസിനെ ചൂണ്ടിക്കാണിച്ച ഒരു നാടകമായിരുന്നു എന്ത്, നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ നീൽ ദർപ്പൺ എഴുതിയത് ആരാണ്, ദീനബന്ധു മിത്ര. ആരായിരുന്നു, ദീനബന്ധു മിത്രയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്നാണ്, രണ്ടാമത്തെ ആൾക്കാർ. ഇനി നമ്മൾ അഗ്രികൾച്ചറിൽ നിന്ന് റവനിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നീലം
പെസന്റ് റിവോൾട്ട് പഠിച്ചു. ഇനി രണ്ടാമത്തെ റിവോൾട്ടാണ് ഇത് സന്താൽ റിവോൾട്ട്. ഇതാണ് സന്താൽ റിവോൾട്ട്. ഇതെന്ന് പറയുന്നത് ട്രൈബൽ റിവോൾട്ടാണ്. സന്താൾ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് പറയാം മക്കളെ, ഇത് നമുക്ക് അഗ്രിഗേറിയൻ എന്നും പറയാം, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റെബല്യനും ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള റെബല്യനും ഒന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം. കാരണം ഈ സന്താൽസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരാണ്. സന്താൽസ് എന്ന് പറയുന്നത് ദേ ആർ ട്രൈബൽ പീപ്പിൾസ് ഹു മൈഗ്രേറ്റഡ് ടു ദി രാജ്മഹൽ ഹിൽസ്. ഇവർ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? രാജ്മഹൽ ഹിൽസിലാണ് ഇത് സന്താൽസ് ഉണ്ടായിരുന്നത്. ഇൻ ബംഗാൾ പ്രൊവിൻസസ് ഇൻ ദി 18th സെഞ്ചുറിയിലേക്ക് രാജ്മഹൽ കുന്നിലേക്ക് അല്ലെങ്കിൽ രാജ്മഹൽ ഹിൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗോത്ര ജനങ്ങളാണ്, ട്രൈബൽ പീപ്പിൾസ് ആണ് ആര്? നമ്മുടെ സന്താൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി മക്കളെ. അപ്പോൾ 18th സെഞ്ചുറിയിലേക്ക് രാജ്മഹൽ ഹിൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ട്രൈബൽ പീപ്പിൾസ് ആണ്. ഇവരാരാണ്? ട്രൈബൽ പീപ്പിൾസ് ആണ് സന്താൽസ് എന്ന് പറയുന്നത്. ലാൻഡ് ലോഡ്സ് അൺജസ്റ്റ്ലി എക്സോർട്ടഡ് ആൻഡ് അൺയൂസേഴ്സ് ലെൻഡ് മണി ആൻഡ് സ്നാച്ച്ഡ് ദെയർ ഗ്രെയിൻസ് ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ എക്സ്ചേഞ്ച്. എന്താണ് ഈ ലാൻഡ് ലോഡ്സ് എന്തായിരിക്കും ചെയ്യുന്നത്? ഈ സന്താൽസിനെ എന്താണ് ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ആൻഡ് പിന്നെന്താണ് മണി ലെൻഡ്, എന്താണ് അൺയൂസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? മണി ലെൻഡേഴ്സസ് ആണ്. എന്ത് ചെയ്ത് ഒരുപാട് പണം ആർക്ക് കൊടുത്തു? ഈ സന്താൽസിന് കൊടുത്തു. അതിന് പകരമായിട്ട് അവരുടെ ഗ്രെയിൻസും ഈ സന്താൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രെയിൻസ് ഫോറസ്റ്റ് റിസോഴ്സസും ഒക്കെ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്തായിട്ട് ഇതാക്കി. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മണി ലെൻഡ് ചെയ്യും, ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഇവർ ഈ സന്താൽസ് ഉണ്ടാക്കിയേക്കുന്ന ഗ്രെയിൻസും ഫോറസ്റ്റ് റിസോഴ്സസും ഒക്കെ തിരിച്ചെന്ത് ചെയ്യും? ഇവർ മേടിക്കും. ഓൾ ദിസ് വാസ് ഡൺ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദി ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാഡ് നോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ട്രൈബൽ പീപ്പിൾസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ് സോ മിയർലി ആസ് എ മീൻസ് ടു ഇൻക്രീസ് ദ ടാക്സ് റവന്യൂ. അത് ഈ ബ്രിട്ടീഷുകാർക്കെന്ന് പറയുന്നത് ഈ ട്രൈബൽ പീപ്പിൾസിന് അവരുടെ ഭൂമിയുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചൊന്നും മനസ്സിലായിരുന്നില്ല. അവരത് എന്താണ് ടാക്സ് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം, മീൻസ് മാത്രമായിട്ടാണ് എന്ത് ചെയ്തത്? കൺസിഡർ ചെയ്തത്. അപ്പം സന്താൽസ് എന്ന് പറയുന്നത് 18th സെഞ്ചുറിയിൽ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്? രാജ്മഹൽ ഹിൽസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ട്രൈബൽ പീപ്പിൾസസ് ആണ്. ഈ ലാൻഡ് ലോഡ്സും അതോടൊപ്പം തന്നെ മണി ലെൻഡേഴ്സും ഒക്കെ എന്താണ്? അവർക്ക് ഒരുപാട് പണം മണി ലെൻഡ്, ഇതിന് പകരം നമ്മൾ മണി ലെൻഡേഴ്സ് എന്ന് എഴുതിയാലും മതി കേട്ടോ. മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും? ഒരുപാട് പണം കൊടുക്കുകയും അവിടെ നിന്ന് എന്ത് പിടിച്ചെടുത്തു? ഫോറസ്റ്റ് റിസോഴ്സസും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രെയിൻസും ധാന്യങ്ങളും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. ഇതൊക്കെ നടന്ന ആരുടെ സപ്പോർട്ട്? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് കൂടിയാണ്. ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് ഈ സന്താൽസിന്, അതായത് സന്താൽസ് ഈ ഗോത്ര ജനതകൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രദേശമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും. ആ ഒരു കണക്ഷൻ മനസ്സിലാക്കാനുള്ളൊരു ഇത് എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കാണിച്ചില്ല. മറിച്ച് എന്താണ്? ഇതൊരു ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മീൻസ് ആയിട്ടാണ് എന്ത് ചെയ്ത് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? സന്താൽസ് ലോഞ്ച് ദ സ്ട്രഗിൾസ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ 1855. അപ്പോൾ സന്താൽ റെബല്യൻ നടക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന് പറയണം? 1855 എന്ത് നടക്കുന്നത്? സന്താൽ റെബല്യൻ നടക്കുന്നത്. ഇനി ഇത് നേതൃത്വം നൽകിയത് ആരാ നോക്കി? സിന്ധു ആൻഡ് കാനു ഹു ലെഡ് ദി സ്ട്രൈറ്റ്സ് വാസ് കിൽഡ് ബൈ ദി ബ്രിട്ടീഷേഴ്സ്. സിന്ധു കാനു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളായിരുന്നു സന്താൽ റെബല്യൻസിന് നേതൃത്വം കൊടുത്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു? ലേറ്റർ എന്ത് ചെയ്തു? ഇവരെ ആര് കൊന്നു? ബ്രിട്ടീഷുകാർ കൊന്നു. ഓൾദോ ദി റിബല്യൻസ് ആർ ബ്രൂട്ടലി സപ്രസ്ഡ്. എല്ലാ റിബല്യൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ സപ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സന്താൽ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ്റ്ററി ഓഫ് ട്രൈബൽ റെസിസ്റ്റൻസ്. ട്രൈബൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ, അതായത് ചെറുത്തുനിൽപ്പ്, അത് ഗോത്ര ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിബല്യനായിട്ട് ഏത് മാറി? സന്താൽ റിബല്യൻ മാറി. നെക്സ്റ്റ് അടുത്തൊരു റിബല്യനാണ് ഉൽ ഗുലാൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ടംബ്ലട്ട്. ഓക്കെ, ലൈക്ക് ദി സന്താൽ റിബല്യൻസിനെ പോലെ എന്താണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എന്താണ് മറ്റുള്ള ട്രൈബൽ റൈറ്റ്സും നടത്തുന്നുണ്ട്. മറ്റ് ഗോത്രപരമായിട്ടുള്ള എന്താണ് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരെണ്ണമായിരുന്നതിന് ഉൽ ഗുലാൻ. എന്താണ് ഉൽ ഗുലാൻ എന്ന് പറഞ്ഞു നോക്കിയാൽ മക്കളെ? ഉൽ ഗുലാൻ വാസ് എ ട്രൈബൽ റൈറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ദി 19th സെഞ്ചുറി. ലാസ്റ്റിലേക്ക്, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്നിട്ടുള്ള ഒരു ട്രൈബൽ റൈറ്റ് ആയിരുന്നു ഇത് ഉൽ ഗുലാൻ എന്ന് പറയുന്നത്. ഉൽ ഗുലാൻ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് മുണ്ട റെബല്യൻ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മുണ്ട റെബല്യൻ എന്ന പേരിലായിരിക്കും. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് മുണ്ട റെബല്യൻ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉൽ ഗുലാൻ എന്ന് പറഞ്ഞാലും മുണ്ട റെബല്യൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. The word Ulgulan means great uproar or great upheaval. ഇതിന്റെ വേർഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് അപ്രോറർ അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്ഹീൽ എന്നൊക്കെയാണ് ഇതിന്റെ വേർഡ് മീനിങ് വരുന്നത്. The rebellion was led by മിർസ മുണ്ട. മിർസ മുണ്ട എന്ന് പറയുന്ന ഒരു നേതാവാണ് ഈ ഒരു റിബല്യനെ ലെഡ് ചെയ്യുന്നത്. ഹു sought to break the British colonial rule and establish മുണ്ട കിങ്ഡം in the മുണ്ട ട്രൈബൽ റീജൻസ് in present day ജാർഖണ്ഡ്. അത് മക്കൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. മിർസ മുണ്ടയാണ് നേതൃത്വം നൽകിയത്. ഇന്നത്തെ പ്രസന്റ് ആയിട്ടുള്ള ജാർഖണ്ഡിലാണ് അദ്ദേഹം പറയുന്ന ഈ ഒരു മുണ്ട കിങ്ഡം എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്നത്. അപ്പം ബിർസ മുണ്ട ആരെന്നൊന്നും നമുക്ക് പരിചയപ്പെടാം. അപ്പം ബിർസ മുണ്ട, ഇതാണ് ബിർസ മുണ്ട. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വാസ് സെലിബ്രേറ്റഡ് November 15. ഈസ് ഒബ്സർവ്ഡ് ജൻജാതീയ ഗൗരവ് ദിവാസ് എന്നാണ്.
ജൻജാതീയ ഗൗരവ് ദിവാസ് ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ 15. നവംബർ 15 ബോക്സ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നവംബർ 15 നവംബർ 15 ഒബ്സർവ് ജൻജാതീയ ഗൗരവ് ദിവാസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ട്രൈബൽ പ്രൈഡ് ഡേ എന്ന് പറയാം. ട്രൈബൽ പ്രൈഡ് ഡേ ഇൻ ഇന്ത്യ സെലിബ്രേറ്റ് ഫ്രം 2021 ഓൺസ്. ഇന്ത്യയിൽ ഈ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവാസ് ആയിട്ടുള്ള ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ വർഷം ഏതാണ് നമുക്ക്? 2021 എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ബിർസ മുണ്ട ഈസ് ദ ഒൺലി ട്രൈബൽ ലീഡർ ടു ബി ഓണേർഡ് വിത്ത് ഹിസ് ഫോട്ടോ ഡിസ്പ്ലേഡ് ഇൻ ഇന്ത്യ പാർലമെന്റ്. ഇന്ത്യ പാർലമെന്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ പാർലമെന്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഛായാചിത്രങ്ങൾ ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണെന്ന് ബിർസ മുണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജി സി പെഹ്ലെ ഗാന്ധി ഈസ് റിട്ടൺ ബൈ ഇക്ബാൽ റുദാനി വിത്ത് മുർസ മുണ്ട ആസ് എ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ബിർസ മുണ്ടയെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇക്ബാൽ റുദാനി, ആരാണ് ഇക്ബാൽ റുദാനി എഴുതിയിട്ടുള്ളതാണ് എന്ത്? ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി, ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി എഴുതിയതാണ് ഇക്ബാൽ റുദാനിയാണ്. അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ആരാണ്? ബിർസ മുണ്ടയാണ്. അപ്പോൾ ബിർസ മുണ്ടയെക്കുറിച്ച് നമുക്ക് നോക്കാം. ബിർസ മുണ്ട എന്ന് പറയുന്നത് മുണ്ട റിവോൾട്ട് നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് നവംബർ 15 പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട ഒള്ളി ട്രൈബൽ ലീഡറാണ് ഏത്? നമ്മുടെ ബിർസ മുണ്ട എന്ന് പറയപ്പെടുന്നത്. ഇക്ബാൽ റുദാനി ബിർസ മുണ്ടയെ സെൻട്രൽ ക്യാരക്ടറായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇതാണ് ഏത്? ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ചതായ ആരണ്യ അധികാർ ആരാണ്? മഹാശ്വേത ദേവി. ആരണ്യ അധികാർ ആരാണ് മക്കളെ? ആരണ്യ അധികാർ ഒന്ന് പറഞ്ഞോക്കെ. ആരണ്യാർ അധികാർ മഹാശ്വേത ദേവി ആരെ സെൻട്രൽ ക്യാരക്ടറാക്കി? ബിർസ മുണ്ടയെ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ഇക്ബാൽ റുദാനി ഏതാണ് സെൻട്രൽ ക്യാരക്ടറാക്കി? ഗാന്ധി സി പെഹ്ലെ ഗാന്ധി. ആരണ്യ അധികാർ ആരാണ്? മഹാശ്വേത ദേവി. ഓക്കെ, ഇനി ഓക്കെ, അപ്പം ഈ ഒരു റിബല്യനിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിങ്. എന്താണ് അവരുടെ ചൂഷണം? അത് ബ്രിട്ടീഷുകാരുടെ ചൂഷണം, അതായത് ലാൻഡ് ഗ്രാബിങ് എന്ന് വെച്ചാൽ ലാൻഡ് പിടിച്ചെടുക്കുക, അവരുടെ ലാൻഡ് എല്ലാം പിടിച്ചെടുക്കുക. അപ്പം അവർക്ക് റിബല്യൻ ചെയ്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തേക്ക് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചൻസ്. അത് മണി ലെൻഡേഴ്സ് മെർച്ചൻസിൽ നിന്നുള്ള സാമ്പത്തികപരമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതൊക്കെ കാരണമാണ് എന്ത് ചെയ്ത് ഇവരെ ഈ റിബല്യനിലേക്ക് നയിച്ചത്. ഇനി 1899 ദ മുണ്ട ട്രൈബ് സ്റ്റാർട്ടഡ് ആൻ ആംഡ് റിബല്യൻ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താ മുണ്ട ട്രൈബ് എന്നൊരു ആംഡ് റിബല്യൻ എന്ത് ചെയ്തു, നയിക്കുകയുണ്ടായി. ദർ വർ ക്ലാഷസ് വിത്ത് ദ ബ്രിട്ടീഷ് പോളിസീസ് അറ്റ് മെനി പ്ലേസസ് ആൻഡ് മുണ്ട ട്രൈബൽമെൻസ് വെർ കിൽഡ് ഇൻ ഫയറിംഗ് ഇൻ റാഞ്ചി. അതായത് ഇവരുമായിട്ട് ഒരുപാട് അടുത്ത് ക്ലാഷസ്, ബ്രിട്ടീഷ് പോലീസുമായിട്ട് എന്ത് ചെയ്തു, ഈ മുണ്ട ട്രൈബ്സ് ഒക്കെ എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. റാഞ്ചിയിൽ വെച്ച് എന്ത് ചെയ്തു, ഈ ട്രൈബൽ മെൻസിനെ, മുണ്ട ട്രൈബ് മെന്നിനെ എന്ത് ചെയ്തു, ഇവർ കൊന്നു. ബിർസ മുണ്ട വാസ് ഇംപ്രിസൺ ആൻഡ് ഡൈഡ് ദെയർ. ബിർസ മുണ്ട എന്ത് ചെയ്തു, ബിർസ മുണ്ട എന്ത് ചെയ്തു, തടവിലാക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ദ മുണ്ട റിബല്യൻ വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ എന്ത് ചെയ്തു ബ്രിട്ടീഷ്. ഈ എല്ലാ റിബല്യൻസും എന്ത് ചെയ്യുന്നു മക്കളെ, ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. നെക്സ്റ്റ്, മറ്റുള്ള ട്രൈബൽ റിബല്യൻസസ് ഏതൊക്കെയാണ്? അത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ട്രൈബൽ റിബല്യൻസ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പം വേറൊക്കെ ഉള്ള ട്രൈബൽ കുറിച്യ റിബല്യൻ, പഹാരിയ റിബല്യൻ, കോൾഡ് റിബല്യൻ, ബിൽ റിബല്യൻ ആൻഡ് കാസി റിബല്യൻസ് ആർ സം ഓഫ് ദി ട്രൈബൽ റിബല്യൻസ് ദാറ്റ് ടുക്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ അഗേൻസ്റ്റ് ബ്രിട്ടീഷ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ട്രൈബൽ റിബല്യൻസ് ആണ് കുറിച്യ റിബല്യൻ, പഹാരിയ റിബല്യൻ, കോൾഡ് റിബല്യൻ, ബിൽ റിബല്യൻ ആൻഡ് കാസി റിബല്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ അപ്രോർ ഓഫ് ബാറ്റിൽ. ഇനി നമ്മൾ തമിഴ്നാട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഓൾസോ അഫക്റ്റ് ദി പോളിഗാസ്. പോളിഗാസ് എന്ന് വെച്ചാൽ എന്താണ്, ദ മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാട്ടിലെ മിലിറ്ററി ലീഡേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് പോളിഗാസ് എന്ന് പറയപ്പെടുന്നത്. ഇത് പോളിഗാർ എന്താണെന്ന് നോക്കിയത്, ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഇസ് ഡെറൈവ്ഡ് ഫ്രം ദി തമിഴ് വേർഡ് പാളയക്കാർ, മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ് എന്നാണ്. അപ്പം ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള പോളിഗർ തമിഴ് വേർഡായിട്ടുള്ള പാളയക്കാർ എന്ന് പറയുന്ന തമിഴ് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, എ പോളിഗർ ഓഫ് പഞ്ചാലം കുറിഞ്ചി അറ്റ് തിരുനെൽവേലി ആൻഡ് മരുത്തു പാണ്ഡ്യ ബ്രദേഴ്സ്, പോളിഗേഴ്സ് ഓഫ് ശിവകാശി, പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള സ്ട്രഗിൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആൾക്കാരെന്ന് പറയുന്നത് തിരുനെൽവേലിയിലുള്ളായിരുന്ന പോളിഗറായിരുന്നുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതോടൊപ്പം തന്നെ ശിവകാശിയിലെ പോളിഗറായിട്ടുള്ള മരുത്ത പാണ്ഡ്യ ബ്രദേഴ്സ്. നോക്കിക്കാൻ മക്കൾ ആരൊക്കെയാണ് തിരുനെൽവേലിയിലുള്ള ആരായിരുന്നു,
വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവകാശിയിലുള്ള ശിവഗംഗയിലുള്ള മരുത്തോ പാണ്ഡ്യ ബ്രദേഴ്സും എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ആസ് എ റിനോൺഡ് പ്രൊട്ടക്ടർ ഓഫ് ദി പീപ്പിൾ, കട്ടബൊമ്മൻ ഹാസ് എ ഗുഡ് റിലേഷൻ വിത്ത് ദ പീപ്പിൾ. കട്ടബൊമ്മൻ എന്താണ്, അവിടുത്തെ ആൾക്കാരുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ദ പോളിഗാർ വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദി കളക്ടിങ് ടാക്സസ് ഫ്രം ദി പീപ്പിൾസ്. ഈ പോളിഗാസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആൾക്കാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ടാക്സസ് കളക്ട് ചെയ്യുന്നത് ആർക്കായിരുന്നു, ഈ പോളിഗാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, കട്ടബൊമ്മന് അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ടൊക്കെ എന്തുണ്ട്, നല്ല രീതി ബന്ധമുണ്ട്. ഇതാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് പറയുന്നത്. റൂളേഴ്സ് ഓഫ് പഞ്ചാലം കുറിഞ്ചി സറണ്ടർ ടു ദി പഞ്ചാലം കുറിഞ്ചിയിലെ റൂളർ എന്ന്, അവിടുത്തെ ഭരണാധികാരി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരിലേക്ക് സറണ്ടർ ചെയ്തു. ബട്ട് കട്ടബൊമ്മൻ വാസ് നോട്ട് വില്ലിംഗ് ടു ഡു അത്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോളിഗാർ അല്ലായിരുന്നു, അവിടുത്തെ ഒരു പോളിഗാർ എന്ന് വെച്ചാൽ മിലിറ്ററി ലീഡറായിരുന്നു, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ലീഡറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തില്ല, അതിന് തയ്യാറായിരുന്നില്ല. ദ ബ്രിട്ടീഷ് ഫർദർ ബേൺ ദ പീപ്പിൾസ് ബൈ ഇൻക്രീസിംഗ് ദി burden the peoples by increasing the existing tax ഒക്കെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ കൂട്ടി. നെക്സ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദ കട്ടബൊമ്മൻ ക്വസ്റ്റ്യൻ ദി ടാക്സ് കളക്ഷൻ ബൈ ദ ബ്രിട്ടീഷ് മെയ്ഡ് ഹിം ദ എനിമി. അത് കട്ടബൊമ്മൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് ചോദിച്ചു എന്തിനാണ് ഇത്രയും ടാക്സസ് കൂട്ടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ടാക്സ് കളക്ഷനൊക്കെ എന്ത് ചെയ്തു, കട്ടബൊമ്മൻ ക്വസ്റ്റ്യൻ ചെയ്തു. അതെന്ത് ചെയ്തു, ഇവർ തമ്മിൽ ശത്രുതയാവാൻ കാരണമായി. കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്ത് ചെയ്തു, ശത്രുതയാവാൻ കാരണമായി. ഇനി കട്ടബൊമ്മൻ ആൻഡ് ദി മരുത്ത പാണ്ഡ്യ ബ്രദേഴ്സ് ഹു വർ ദി പോളിഗാസസ് ഓഫ് ദി ശിവഗംഗൈ ഫോർട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ആസ് ഹീറോസ്. അതായത് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോരാടി ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഹീറോസിനെ പോലെ മരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി ഇവിടെ നമ്മൾ വെല്ലൂർ മ്യൂട്ടണി എന്ന് പറയും. വെല്ലൂർ മ്യൂട്ടണി തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ളൊരു മ്യൂട്ടണിയാണ്. വെല്ലൂർ മ്യൂട്ടണി ഈസ് എ ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് വാസ് ദ ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് എന്ന് പറയുന്ന പേര് എന്താണ്, കാരണം ഈ മിലിറ്ററി റിവോൾട്ട് വെല്ലൂർ മ്യൂട്ടണി ഫസ്റ്റ് ഓർഗനൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് ആറ്റിങ്ങൽ റിവോൾട്ടുമാണ്. തെറ്റിപ്പോയത്. ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് ഏതാണെന്ന് വെച്ചാൽ വെല്ലൂർ മ്യൂട്ടണി, ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് ഏതാണെന്ന് വെച്ചാൽ വെല്ലൂർ മ്യൂട്ടണി, ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണത്, ആറ്റിങ്ങൽ റിവോൾട്ടുമാണ് എന്ന് പറയണം. ഓക്കെ, ഈ ഒരു റിവോൾട്ട് വാസ് ലെഡ് ബൈ ഇന്ത്യൻസസ് ഇൻ ദി ബ്രിട്ടീഷ് ആർമി ഇന്ത്യൻസസ് ആണ് ഇത് നയിച്ചത്. ചേഞ്ചസ് ഇൻ ദി ഡ്രസ് കോഡ് ഓഫ് ദി ഇന്ത്യൻ സോൾജേഴ്സ് ബൈ ദി ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് മെയിൻ കോസ് ഓഫ് ദി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഡ്രസ് കോഡ് മാറ്റിയതിനെ പറ്റി നടന്നിട്ടുള്ളൊരു യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. 1806 ഈ വെല്ലൂർ മ്യൂട്ടണി നടക്കുന്ന ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1806 വെല്ലൂർ മ്യൂട്ടണി. ഇത് ആര് സപ്രസ് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുന്നു. ബട്ട് ദി വെല്ലൂർ മ്യൂട്ടണി ഇൻസ്പയർഡ് ദി സബ്സിക്വൻറ്റ് ആൻറ്റി ബ്രിട്ടീഷ് അപ്രൈസിങ്. പിന്നീട് നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂട്ടണിയാണ് എന്താ, വെല്ലൂർ മ്യൂട്ടണി. അപ്പോൾ വെല്ലൂർ മ്യൂട്ടണി നടന്ന വർഷം ഏതാണ് മക്കളെ, 1806 വെല്ലൂർ മ്യൂട്ടണി നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ തന്നെ ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഡ്രസ് കോഡിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചുള്ള തർക്കമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഫസ്റ്റ് ഓർഗനൈസ്ഡ് മിലിറ്ററി റിവോൾട്ടിലേക്ക് നയിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ റിവോൾട്ടാണ്. അത് ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1821. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ട് ഏത് വർഷമാണ്, 1821 ആണ്. ഇത് ഏത് വർഷമാണ്, 1809 ആണ്. ഓക്കെ, 1809 ആണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത് 1721 വാസ് ദി ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബലിയൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്ത് നടത്തിയിട്ടുള്ള ഫസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിവോൾട്ടാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത്. ദി ബ്രിട്ടീഷ് വേ കൺസസ്ലി ട്രൈ ടു ക്രിയേറ്റ് ചയർസ് ഇൻ Attingal area by interfering in the pepper trade in the internal affairs and create communal hatred among the people. ഇതെന്ന് പറയുന്നത് മക്കളെ, ഈ ആറ്റിങ്ങൽ റിവോൾട്ട് എന്തുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടതാണ്, പെപ്പർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത്. നമ്മുടെ ആറ്റിങ്ങൽ റിവോൾട്ട് ഏത് വർഷമാണ്, 1720 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ ഇൻ ദി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിബല്യൻ ആയിരുന്നു ഇത്. ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന റീജിയൻ ഉണ്ടായിരുന്നു. ഈ ആറ്റിങ്ങൽ റീജിയൻസിന് ഇന്റേണൽ അഫയേഴ്സ് അവരുടെ എന്താണ് ആഭ്യന്തര കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഈ ബ്രിട്ടീഷുകാരോടൊരു ദേഷ്യം ഉണ്ടാവുന്നു. അതാണ് ഈ ഒരു ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ
ബേസിക് ആയിട്ടുള്ള ഒരു കാരണം. അതും പിന്നീട് എന്താണ്, ദ ബ്രിട്ടീഷ് ട്രൈ ടു റിപ്പീറ്റ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് റിവാർഡ്സ് ടു ദ റൂളിംഗ് ആറ്റിങ്ങൽ റാണി എവരി ന്യൂ ഇയർ ഇൻ 1721. അത് മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, അവിടെ ഭരിച്ചിരുന്ന ഒരു റാണിയായിരുന്നു ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങലിൽ ഭരിച്ചിരുന്ന റാണിയായിരുന്നു ആറ്റിങ്ങൽ റാണി. അപ്പോൾ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് ഇവർക്ക് ഇങ്ങനെ ഓരോ വർഷം തോറും എല്ലാ വർഷവും ഇങ്ങനെ റിവാർഡ്സ് കൊടുക്കും. ഈ ഒരു റിവാർഡ്സ് കൊടുക്കുന്നതും എന്താണ്, ഇവിടുത്തെ ആൾക്കാർക്ക് എന്താണ് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. സം ഓഫ് ദ ലാൻഡ് ലോഡ്സ് റെസിസ്റ്റഡ് ദിസ് ബിക്കോസ് ദേ വെയർ അഫ്രൈഡ് ഇറ്റ് കുഡ് കോസ് സം കൈൻഡ് ഓഫ് ഡേഞ്ചർ. അവിടുത്തെ ലാൻഡ് ലോഡ്സിനും അതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ഈ ഒരു ബ്രിട്ടീഷുകാർ ഈ ആറ്റിങ്ങലിൻ്റെ ആഭ്യന്തര കലാപത്തിൽ ഇടപെടുന്നത് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എ ബ്രിട്ടീഷ് കണ്ടിജന്റ് ഓഫ് 1040 led by Gifford arrived to give gifts to ആറ്റിങ്ങൽ റാണി despite the opinion that it was sufficient to give this only through the landlords. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തോ, പക്ഷെ എന്താണ് ലാൻഡ് ലോഡ്സ് പറഞ്ഞത് ഇവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കാം. ഈ ലാൻഡ് ലോഡ്സ് പറഞ്ഞത് ഗിഫ്റ്റ് കൊടുത്തോ, പക്ഷേ ബ്രിട്ടീഷുകാർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആരിലൂടെ ആയിരിക്കണം, ഈ ലാൻഡ് ലോഡ്സിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗിഫ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല, നമ്മുടെ ബ്രിട്ടീഷുകാർ ഇത് കേൾക്കാതെ 1040 ഇത്രയും ആൾക്കാരെയും ചേർത്തുകൊണ്ട് ആര് വരുന്നത്, ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരും. അപ്പം ഗിഫോർഡ് ഏത് റിവോൾട്ടുമായി ബന്ധപ്പെട്ട മക്കളെ, ഗിഫോർഡ് ഏത് റിവോൾട്ടുമായി ബന്ധപ്പെട്ടതാണ്, ആറ്റിങ്ങൽ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്, ഗിഫോർഡ്. ഇത് സൈഡിൽ എഴുതി വെച്ചേക്കണം കേട്ടോ, ആറ്റിങ്ങൽ, കാരണം നമ്മളിപ്പം തന്നെ കുറേ പേര് പഠിച്ചു. അപ്പോൾ ഗിഫോർഡ് എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്, ആറ്റിങ്ങൽ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദിസ് മൂവ് ലെറ്റ് എ ബിഗ് കോൺഫ്ലിക്റ്റ്. അതായത് ഈ ലാൻഡ് ലോഡ്സും അവിടുത്തെ ഈ ഒരു ബ്രിട്ടീഷുകാർ തമ്മിൽ അതായത് വളരെയധികം പ്രശ്നമായി. ദ കണ്ടിജന്റ് വാസ് അറ്റാക്ഡ് ആൻഡ് കിൽഡ് ബൈ ദ ലോക്കസ് വിത്തൗട്ട് എനി ഡെസിഗ്നേഷൻ ഓഫ് കാസ്റ്റ് കളർ ആൻഡ് റീജൻസ്. അതായത് എല്ലാവരും തമ്മിൽ പ്രശ്നം, ലാൻഡ് ലോഡ്സ് തമ്മിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് ഈ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റത്തില്ല. കാരണം ബ്രിട്ടീഷുകാരും ലാൻഡ് ലോഡ്സും തമ്മിൽ പ്രശ്നമാണ്. അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ബ്രിട്ടീഷുകാരെ ഇഷ്ടമല്ല. എന്ത് ചെയ്തു, അതുകൊണ്ട് തന്നെ ഒരു ബിഗ് കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചു. ഇത് ഈ ഒരു ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് കാസ്റ്റോ അല്ലെങ്കിൽ കളറോ റിലീജിയനോ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു, എല്ലാവരും എന്ത് ചെയ്തു, ഈ ഒരു റിവോൾട്ടിൽ പങ്കെടുത്തു. മോറോവർ ദി ബ്രിട്ടീഷ് ഫോർട്ട് അറ്റ് അഞ്ചുതെങ്ങ് വാസ് സറൗണ്ടഡ് ആൻഡ് ബ്ലോക്കൻഡ്. അതായത് അഞ്ചുതെങ്ങിൽ ഒരു ബ്രിട്ടീഷ് ഫോർട്ട് ഉണ്ട്. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രിട്ടീഷ് ഫോർട്ട് ഉണ്ട്. അതൊക്കെ എന്ത് സറൗണ്ട് ചെയ്യുകയും ഈ ലോക്കൽസ് എന്ത് ചെയ്യും അവിടെയൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ദ ആറ്റിങ്ങൽ റിവോൾട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ് ആസ് എ ഫസ്റ്റ് ഓർഗനൈസ്ഡ് പോപ്പുലർ അപ്രൈസിംഗ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, റിവോൾട്ടായിരുന്നു ഇത് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത്. ഓൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി വിമൻസ്. ഇനി നമ്മളുടെ ഈ ഒരു ബ്രിട്ടീഷിനെ റെസിസ്റ്റൻ്റ് ചെയ്ത് വിമൻസ് ആരൊക്കെയാണ്, ബ്രിട്ടീഷിനെ ചെറുത്ത് നിന്ന് വനിതകൾ ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് പോളിസി ഓൾസോ അഫക്ട് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ റൂളേഴ്സിനെ ഇന്ന് ബ്രിട്ടീഷ് നയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ബാധിച്ചിട്ടുണ്ട്. ദി കിട്ടൂർ റാണി ചിന്നമ്മ വാസ് എ ബ്രേവ് വിമൻ ഹൂ ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോർട്ട് അഗേൻസ്റ്റ് ദി ബ്രിട്ടീഷ്. അപ്പം ആദ്യത്തെ വനിതയാണ് ആര്, കിട്ടൂർ റാണി ചെന്നമ്മ. അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കിട്ടൂർ എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. കിട്ടൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ കർണാടക ദാറ്റ് റെക്കഗ്നൈസ് ദ സുപ്രമസി ഓഫ് മറാത്ത റൂൾ. ഇവരെന്ന് പറയുന്നത് മറാത്ത റൂളിലാണ് ഇവരെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെൻ ദി ബ്രിട്ടീഷ് ഫോൺ ദി തേർഡ് ആംഗ്ലിക്കൻ മറാത്ത വാർ, അതായത് മൂന്നാമത്തെ മറാത്ത ആംഗ്ലിക്കൻ വാറിൽ ആര് ജയിക്കുന്നു, ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കിട്ടൂർ കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കിട്ടൂർ ആരുടെ കീഴിൽ വരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരുന്നു. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇതൊന്നും കൂടി നോക്കാം. അതായത് വിമൻസ് ആരൊക്കെ, ഏതൊക്കെ വിമൻസാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കിട്ടൂർ റാണി ചെന്നമ്മ. ഈ കിട്ടൂർ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറിൽ ആര് ജയിക്കുന്നു മക്കളെ, ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശം ആരുടെ കൺട്രോളിൽ വരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ വരുന്നു. ദ റൂളർ ഓഫ് കിട്ടൂർ വാസ്, ഇവിടുത്തെ കിട്ടൂർ റൂളർ എന്ന് പറയുന്നത് ശിവലിംഗ രുദ്രദേശായി എന്ന് ആര് നോക്കി മക്കളെ, റൂളർ ഓഫ് കിട്ടൂർ വാസ് ശിവലിംഗ രുദ്രദേശായി. ആഫ്റ്റർ ഹിസ് ഡെത്ത്, അവരുടെ ഡെത്തോടുകൂടി, അവരുടെ മരണത്തോടുകൂടി ഏതാണ്, ചിന്നമ്മ ഹിസ് വിഡോ ഡിസൈഡ് ടു അഡോപ്റ്റ് എ ബോയ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ചിന്നമ്മയുടെ ഹസ്ബൻഡ് ആയിരുന്നു ശിവലിംഗ രുദ്രദേശായി എന്ന് പറയുന്നത്. ആരുടെ ഹസ്ബൻഡാണ്, ശിവലിംഗ
ചിന്നമ്മയുടെ ഹസ്ബൻഡാണെന്ന് ശിവലിംഗ രുദ്രദേശായി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി എന്താണ് ഇവരൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, തീരുമാനിക്കും. ദിസ് വാസ് പ്രിവെന്റഡ് ബൈ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിച്ച് അനക്സ്ഡ് കിട്ടൂർ ടു ബ്രിട്ടീഷ് ഇന്ത്യ. ഇതിനെ ആര് തടയുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ കിട്ടൂറിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് പിടിച്ചു ചേർക്കുന്നു. ഇനി പ്രൊവോക്കേറ്റഡ് ബൈ ദിസ് ഇതിൽ പ്രൊവോക്കേറ്റഡ് ആയിട്ടാണ് റാണി ചിന്നമ്മ ഓഫ് കിട്ടൂർ ഡിക്ലെയർ വാർ അഗേൻസ്റ്റ് ദി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇനി ചിന്നമ്മ എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, എന്ന് മരിക്കുന്നു 1829 എന്ത് ചെയ്തു മരിക്കുന്നു, വയലിൻ്റെ ബ്രിട്ടീഷ് കസ്റ്റഡിയോടുകൂടി മരിക്കുന്നു. ഫസ്റ്റ് ആരായിരുന്നു മക്കളെ, കിട്ടൂർ റാണി ചിന്നമ്മ. സ്ഥലം എവിടെയാണ്, കിട്ടൂർ കർണാടകയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവരൊരു കുട്ടി, ചിന്നമ്മ എന്ന് പറയുന്ന ഒരു വിമൻ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ പ്രൊവോക്കേറ്റുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്ത് കിട്ടൂറിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് പിടിച്ചെടുക്കുന്നു. നെക്സ്റ്റ് ഓക്കെ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ എക്സാമിന് ഈ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ എക്സാംസ് ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടീച്ചറിന് ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലോ ചാർട്ട് അതേപോലെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു ബേസിക് അല്ല, ഒരു നല്ല രീതിയിലൊരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്ത് മിസ് ചെയ്ത് ഇതെന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, ഇനി ദ സ്ട്രോം ദാറ്റ് ഷോ ദി ബ്രിട്ടീഷ് എംപയറിനെ ഇല്ലാതാക്കിയ കൊടുങ്കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥയിലൂടെ നമുക്ക് ഇതിലൂടെ പോകാം. When Kanwar and his group started moving through the middle of the river, the English soldiers started firing from the land. അതായത് കൻവർ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാരും ഒരു റിവറിൻ്റെ ആ സൈഡിൽ കൂടി പോകുന്ന സമയത്ത് കുറേ ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് വെടിവെച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ലെഫ്റ്റ് ആം, അതായത് ഇടത്തെ കയ്യിൽ എന്ത് ചെയ്തു, വെടിയേറ്റു. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ ഈ കൈ ബ്രോക്കൺ ആൻഡ് ഹാങ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ തൂങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത് ആ വെടിയേറ്റിട്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ദ കൺവർ ദ ഹീറോ ഡസ് നോട്ട് ഹെസിറ്റേറ്റ് ടു ടേക്ക് ദ ഡാഗർ ദാറ്റ് വാസ് ഷീൽഡഡ് ഇൻ ഹിസ് വേസ്റ്റ് ആൻഡ് കട്ട് ഓഫ് ഹിസ് യൂസ്ലെസ് ഹാൻഡ്. അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഡാഗർ എന്ന് വെച്ചാൽ നൈഫ്, കത്തി എടുത്തിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ യൂസ്ലെസ് ആയിട്ടുള്ള, അതായത് ഇവർ വെടിവെച്ച ലെഫ്റ്റ് ആം എന്ത് തൂങ്ങിക്കിടക്കുന്നു അതെന്ത് ചെയ്തു അദ്ദേഹം മുറിച്ച് മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഐ ഓഫർ ദിസ് ടു ദി മദർ ഗംഗയ്ക്ക് ഞാനിത് ഓഫർ ചെയ്യുകയാണ്. ആൻഡ് ഹി സേഡ് ദാറ്റ് ആൻഡ് ത്രൂ ദി റിസർവ്ഡ് ആം ഇൻ ടു ദി റിവറിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് എടുത്തിരുന്നു. ഇതെന്ന് പറയുന്നത് ടേക്ക് ഫ്രം ദി ഹിസ്റ്ററി ഓഫ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, ഐ ഓഫർ ദിസ് ടു ദി ഗംഗ റിവർ എന്ന് പറഞ്ഞ ആരാണ്, കൻവർ സിംഗ് ആണ്. ദീസ് ആർ ദി വേർഡ്സ് അബൌട്ട് ദി ബ്രേവറി ഓഫ് ദി കൻവർ സിംഗ് ഹു ഫോട്ട് അഗേൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇത് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്ന റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കുന്നത്. ഇനി 1857 റിവോൾട്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ കമ്പനി ട്രൂപ്സ് സപ്രസ്ഡ് ഓൾ സച്ച് സ്ട്രഗിൾസ്. കമ്പനി ട്രൂപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം സപ്രസ് ചെയ്യുന്നത്. കമ്പനി ട്രൂപ്സ് സപ്രസ്ഡ് ഓൾ സച്ച് സ്ട്രഗിൾസ്. വാട്ട് ഹാപ്പൻ 1857 വാസ് എ ഓർഗനൈസ്ഡ് റിബലിയൻ ഇൻ ഇന്ത്യ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. 1957 ഫസ്റ്റ് അതായത് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് റെബല്യൻ ആയിരുന്നു. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റെബല്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിവോൾട്ട് ഓഫ് 1857 നമ്മൾ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നത് ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നാണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് വാസ് എ ഫസ്റ്റ് ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഇൻ വേരിയസ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ഇൻക്ലൂഡിംഗ് നേറ്റീവ്സ്, പെസൻസ്, ആർട്ടിസൻസ്, നേറ്റീവ് കിങ്സ്, സോൾജേഴ്സ്, ലാൻഡ്ലോഡ്സ് ടു പാർട്ട്. അതായത് മക്കളെ ഇതിനകത്തെന്ന് പറയുന്നത് ഈ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിളിനെതിരെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നേറ്റീവ് കിങ്സ്, പ്രാദേശിക രാജാക്കന്മാർ, സോൾജേഴ്സ്, ലാൻഡ്ലോഡ്സ്, ഭൂവുടമകൾ എല്ലാവരും എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞൊരു സംഭവമായിരുന്നു 1957 റിവോൾട്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് വിൽ ബി ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ്ഡ് ദീസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റെബല്യൻ. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഏതെങ്കിലും ലോക്കൽ സപ്പോർട്ട്, ഏതെങ്കിലും ഒരു റെബലിന് ഒരു ലോക്കൽ സപ്പോർട്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലായി. ലാൻഡ്ലോഡ്സ് ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ എന്ത് ചെയ്ത് ഈ ഒരു റെബല്യനിൽ ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത എന്തെങ്കിലും ഒരു ഫാക്ടർ കാണും. അതായത് അത്രയും വെറുപ്പ് എന്ത് ചെയ്തു ഇത്രയും ആൾക്കാരിലേക്ക് ഉളവാക്കിയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്.
അതായത് ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെൻറ്റ് ബ്രിട്ടീഷ് ലെഡ് ടു ദിസ് റിവോൾട്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് നയിച്ചത്. ദ ടു സച്ച് ബ്രിട്ടീഷ് പോളിസീസ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ബ്രിട്ടീഷ് പോളിസിയാണ് സബ്സിഡറി അലയൻസ് പോളിസി, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. എന്താണ് സബ്സിഡറി അലയൻസ്? സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. സബ്സിഡറി അലയൻസ് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാബ്സും ഇത് കാരണമാണ് ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നത് 1957 ആ ഒരു റിവോൾട്ടിലേക്ക് പോയത്. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാം. ഈ സബ്സിഡറി അലയൻസ് പോളിസി എന്താണെന്ന് നോക്കിയാൽ, സബ്സിഡറി അലയൻസ് വാസ് എ പ്ലാൻ ഇംപ്ലിമെന്റഡ് വിത്ത് കോൺവാലിസ് ഹു വാസ് ദെൻ ദി ഗവർണർ ജനറൽ ഫോർ ദി എക്സ്പാൻഷൻസ് ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ഇന്ത്യ ആൻഡ് ടു സ്ട്രെങ്തൻ സോവറിറ്റി. ഓക്കെ, നമുക്ക് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വെല്ലസ്ലി. സബ്സിഡറി അലയൻസ് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. ഇദ്ദേഹം എന്ന് പറയുന്ന ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്? ടു സ്ട്രെങ്തൻ ഇറ്റ് സോവറിറ്റി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സോവറിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സിഡറി അലയൻസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആരായിരുന്നു? വെല്ലസ്ലി ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പോളിസി, ഈ പോളിസി എന്താണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പോളിസി ദ പ്രിൻസ്ലി സ്റ്റേറ്റ് എൻറ്റേർഡ് ഇൻ ദ മിലിറ്ററി അലയൻസ് വിത്ത് ബ്രിട്ടീഷ് ഹാസ് ടു ഫോളോ സർട്ടൻ കണ്ടീഷൻസ്. അതായത് ഈ ഒരു പോളിസി പ്രകാരം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, മക്കളെ അന്ന് കൊച്ചു നാട്ടുരാജ്യങ്ങളുണ്ട്, ഈ നാട്ടുരാജ്യങ്ങൾ മിലിറ്ററി അലയൻസിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ, മിലിറ്ററി അലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സബ്സിഡറി അലയൻസ് പോളിസിയാണ്. ഈ ഒരു സബ്സിഡറി അലയൻസ് പോളിസിയിലേക്ക് അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ചെറിയ കണ്ടീഷൻസ്, ഇത്ര കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണെന്ന് പറയുന്നത് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് എൻ്റർ ഇൻ സബ്സിഡറി അലയൻസ് പോളിസി ഷുഡ് കീപ് 1 യൂണിറ്റ് ഓഫ് ആർമി ഓഫ് ദി കമ്പനി പെർമനൻ്റ്ലി വിത്തിൻ ഇറ്റ്സ് കിങ്ഡം. അതായത് ഈ ഒരു പോളിസിയിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും, എല്ലാ ചെറു നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്യണം? കമ്പനിയുടെ ഒരു ചെറിയ യൂണിറ്റ് ഓഫ് ആർമി അവിടെ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. കീപ് 1 യൂണിറ്റ് ഓഫ് ആർമി, ഒരു യൂണിറ്റ് ഓഫ് ആർമി എന്ത് ചെയ്യണം? ആ ഒരു കിങ്ഡത്തിൽ എന്ത് ചെയ്യണം? പെർമനൻ്റ് ആയിട്ട് വെക്കണം. ഇനി ഓൾ എക്സ്പെൻസസ്, ഈ ഒരു എക്സ്പെൻസസ് എന്ന് പറയുന്നത് ആര് നോക്കണം? അവിടുത്തെ പ്രാദേശിക രാജാവ് അല്ലെങ്കിൽ അലൈഡ് കിങ്, അവിടുത്തെ രാജാവ് നോക്കണം. അപ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് ഓഫ് ആർമി, ഇത് മക്കളെ ഇതിപ്പോൾ ഒരു വില്ലേജ്, ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ആര് വേണം? ഒരു കമ്പനിയുടെ ഒരു ആർമി വേണം. ഇവരുടെ എല്ലാ ചെലവും ആര് നോക്കണം? അവിടുത്തെ രാജാവ് നോക്കണം. ഓക്കെ, ഇനി the allied king must not to enter into alliance with other European countries without the company's approval. അതായത് വേറൊരു രാജ്യക്കാരുമായിട്ട് വേറൊരു അലയൻസിലും എന്ത് ചെയ്യാൻ പാടില്ല? എൻ്റർ ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാണ്ട്. കമ്പനിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ, പക്ഷേ എന്താണ് കമ്പനി അപ്രൂവൽ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായില്ല. അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ്. മസ്റ്റ് നോട്ട് എൻ്റർ ഇൻ ടു അലയൻസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസുമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരു അലയൻസിൽ ഏർപ്പെടാൻ പാടില്ല. ഈ നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ അലയൻസ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അതായത് ഒരു ആക്ഷൻസും ഒരു ആക്ഷൻ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. അവിടുത്തെ രാജാവ് ഒരു ആക്ഷനും എടുക്കാൻ പാടില്ല. ആരുടെ കൺസെൻറ്റ് വേണം? ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ ഒരു സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ മക്കളെ അവിടുത്തെ ആക്ഷൻസ് എടുക്കാൻ പാടില്ല. അലൈഡ് കിങ് മസ്റ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ ദ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഇൻ ഹിസ് കൺട്രി. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് റെസിഡൻറ്റിന് എന്ത് കൊടുക്കണം? ഒരു അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവിടുത്തെ രാജാവ് നൽകണം. ഇത്രയും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ ചെറിയ നാട്ടുരാജ്യമായിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ആരിലേക്ക് പിടിച്ചെടുക്കും? ബ്രിട്ടീഷിലേക്ക് പിടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഒരു യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ എക്സ്പെൻസസും, ഈ യൂണിറ്റിൽ ആർമിയിലുള്ള എല്ലാ എക്സ്പെൻസസും ആരും നോക്കാം? അവിടുത്തെ രാജാവ് നോക്കണം. പിന്നെ കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു അലയൻസിലും എന്ത് ചെയ്യാൻ പാടില്ല മക്കളെ? എൻ്റർ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യില്ല? ഒരു ആക്ഷൻസും ആരുടെ സമ്മതമില്ലാതെ എടുക്കരുത്? ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ സമ്മതമില്ലാതെ എടുക്കരുത്. പിന്നെ ബ്രിട്ടീഷ് റെസിഡൻറ്റിന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ആര് കൊടുക്കുക? അവിടുത്തെ രാജാവ് കൊടുക്കുക. ഇത്രയും പോളിസീസ്, ഇത്രയും കാര്യങ്ങൾ വയലേറ്റ് ചെയ്താൽ എന്നാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വാസ് ആനെക്സഡ് ബൈ ദി ബ്രിട്ടീഷ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. If a ruler of a princely state died without the male heirs, there was a practice of finding a boy from another family as their heir. അതായത് മക്കളെ ഇപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്, ഒരു നാട്ടുരാജ്യത്തിലെ ഒരു രാജാവിൻ്റെ മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താണ്? വേറൊരു ഫാമിലിയിൽ നിന്നൊരു കുട്ടി എന്താണ്? അഡോപ്റ്റ് ചെയ്യും. The king's power to adopt such was abolished under the doctrine of lapse enacted by the ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇതിനകത്തെന്ന് പറയുന്നത് ഇങ്ങനെ വേറൊരു കുട്ടിയെ ദത്തെടുക്കുന്നത് എന്ത് ചെയ്തു? നിരോധിച്ചു. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആരാണ്? ഡൽഹൌസിയാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഡൽഹൌസിയാണ്. വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതിന് ഇത് അഡിനേ ചെയ്ത ഒരു ഇതാണ് ഇത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഇൻ ആൻ ആബ്സെൻസ് ഓഫ് എർ, അതായത് അങ്ങനെ ഒരാളില്ലെങ്കിൽ, അങ്ങനെ ഒരു കുട്ടി, അങ്ങനെ ഒരു അവകാശം ഇല്ലെന്നുണ്ടെങ്കിൽ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഷുഡ് ഫാൾ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ഒരു ആളില്ലെങ്കിൽ, അങ്ങനെ ഒരു അനന്തരാവകാശം ഇല്ലെങ്കിൽ എന്താണ്? അത് ആരുടെ കൺട്രോളിൽ വരും? ആ ഒരു രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൽ വരും എന്ന് മക്കളെ പറയുന്നത്. മെനി പ്രിൻസ്ലി സ്റ്റേറ്റ് വെയർ അനക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ ദീസ് ടു പോളിസീസ്. ഈ രണ്ട് പോളിസിയിലൂടെ എന്താണ്? ഒരുപാട് ബ്രിട്ടീഷ് പ്രിൻസ്ലി സ്റ്റേറ്റ്സും എന്ത് ചെയ്തു? ഈ ഒരു
ബ്രിട്ടീഷിൻ്റെ കയ്യിലായി. ദ ഫസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് അവധ് വാസ് അനക്സഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ ഓൺ ദി ചാർജസ് ഓഫ് മിസ്റൂൾ. മിസ്റൂളിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം നമ്മൾ? ഔദ് പറയണം. ഔദ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ഔദ് വാസ് അനക്സഡ് ടു ബ്രിട്ടീഷ് ഓൺ ദി ചാർജസ് ഓഫ് മിസ്റൂൾ. മിസ്റൂളിൻ്റെ ഭാഗമായിട്ട് ഔദിലേക്ക് കൂട്ടിച്ചേർത്ത ഫസ്റ്റ് രാജ്യമാണ് ഇത് ഔദ് എന്ന് പറയുന്നത്. ഇനി അനദർ റീസൺസ് ഫോർ ദ റിവോൾട്ട് ഓഫ് 87 വാസ് എ ഡിസാറ്റിസ്ഫാക്ഷൻസ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് ദി ബ്രിട്ടീഷ്. മറ്റൊരു റീസൺ, അതായത് നമ്മൾ ഇത്രയും പറഞ്ഞു മറ്റേ റിവോൾട്ടിന് നയിച്ചേക്കുന്ന ഫസ്റ്റ് റീസൺ എന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, രണ്ടാമത്തേന്ന് വെച്ചാൽ 2 പോളിസീസ്, സബ്സിഡറി അലയൻസും അതോടൊപ്പം തന്നെ എന്താണ് ഡോക്ടറിൻ ഓഫ് ലാബ്സും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ള റീസൺസ് എന്താണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാരുടെ പല സ്വഭാവങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യൻ സോൾജേഴ്സിന് ഇഷ്ടപ്പെടാതായി. അതെന്ന് പറയുന്നത് നോക്കിക്കോ, ഓൾ ദേ വെർ കേപ്പബിൾ ആസ് ബ്രിട്ടീഷ് സോൾജേഴ്സ്, ഇന്ത്യൻ സോൾജേഴ്സ് വെർ പെയ്ഡ് ലെസ് ആൻഡ് മോർ പ്രൊവൈഡഡ് പുവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അതായത് ഇവരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് സോൾജേഴ്സിന് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ, അത്രയും കഴിവും അത്രയും പരിശീലനമൊക്കെ ലഭിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടി, അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ഇന്ത്യൻ സോൾജേഴ്സിന് എന്താ മക്കളെ, അവിടേക്കെന്ന് പറയുന്നത് അതായത് കൊള്ളാത്ത ഫുഡും അക്കോമഡേഷനും ഒക്കെ, അതോടൊപ്പം തന്നെ അവരുടെ വേജസ് എല്ലാം കുറവായിരുന്നു, മറ്റവരെക്കാട്ടി നോക്കുമ്പോൾ എല്ലാം കുറവായിരുന്നു. ഇനി ഇറ്റ് വാസ് ഇൻ ദ ഡിസ്കസ്ഡ് സിറ്റുവേഷൻസ് ദാറ്റ് ദി കമ്പനി സപ്ലൈഡ് ന്യൂ ടൈപ്സ് ഓഫ് എൻഫീൽഡ് ഗൺസ് ടു ദി സോൾജേഴ്സ്. ഇനി പിന്നീട് കമ്പനി ചെയ്യുന്ന മറ്റൊരു കാര്യം പുതിയ എൻഫീൽഡ് ഗൺസ്, പുതിയ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് ഗൺസും കൊടുത്തതും എന്ത് ചെയ്തു, ഇന്ത്യൻ സോൾജേഴ്സിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി. ഇറ്റ്സ് കാർട്രിഡ്ജസ് ഹാസ് എ ഗ്രീസ്ഡ് പേപ്പർ കവർ. ഈ ഒരു കാർട്രിഡ്ജസ്, ഈ ഒരു ഗണ്ണിൻ്റെ കാർട്രിഡ്ജ് എന്ന് പറയത്തില്ലേ മക്കളെ, അതിനകത്തെന്ന് പറയുന്നത് ഒരു ഗ്രീസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പർ കവർ ഉണ്ട്. ദിസ് കവർ ഹാസ് ടു ബി ബൈറ്റൻ ആൻഡ് യൂസ് ഓഫ് ദി ഗൺ. അതായത് ഒരു കാർട്രിഡ്ജ് ഉണ്ട്, ആ കാർട്രിഡ്ജിനകത്ത് ഒരു പേപ്പർ കവർ ഉണ്ട്. ഈ പേപ്പർ കവർ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കടിച്ചു പൊട്ടിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഗണ്ണിലേക്ക് നമുക്ക് ഇതിനെ ഇടാൻ പറ്റുള്ളൂ. ഇറ്റ് വാസ് റൂമേർഡ് അമംഗ് ദി സോൾജേഴ്സ് ദാറ്റ് ദിസ് കവേർഡ് വാസ് മെയ്ഡ് വിത്ത് ടൈപ്പ് ഓഫ് ഗ്രീസ് മെയ്ഡ് അപ്പ് ഓഫ് കൗ ആൻഡ് പിഗ് ഫാറ്റ്. അതായത് ഈ ഒരു കവറിനകത്ത് എന്താണ്, കൊഴുപ്പ്, പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള കവറാണ് ഈ ഒരു കവർ. അതായത് ഈ കവർ കടിച്ച് മുറിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഗണ്ണിലേക്ക് ഈ ഒരു കാർട്രിഡ്ജ് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തതും എന്തായി, ഇത് റിലീജിയസ് ബിലീഫ്സിനെ ബാധിച്ചു. ഇനി ഇതിനെതിരെ പോരാടിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. ഈ സോൾജർ അറ്റ് ബാരക്പൂർ വാസ് എ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത ഫസ്റ്റ് സോൾജർ ആരാന്ന് വെച്ചാൽ മക്കളെ പറയണം, ആരാണ്? മംഗൾ പാണ്ഡെ. ആരാണ് മക്കളെ? മംഗൾ പാണ്ഡെയാണ് ഈ സോൾജർ അറ്റ് ബാരക്പൂർ വാസ് എ ഫസ്റ്റ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദിസ്. മംഗൾ പാണ്ഡെ വാസ് executed by the British on 8th April 1857. 1957 ഏപ്രിൽ 8-ാം തീയതി എന്ത് ചെയ്തു, ഇവർ നമ്മളെ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, വധിച്ചു. ഇനി ദ റിബല്യൻ ഓഫ് 1857 വാസ് സ്റ്റാർട്ടഡ് ഇൻ മീററ്റ് യു പി. അതായത് 1857 റിബല്യൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? മീററ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1957 ഈ ഒരു റിബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദി അസാസിനേഷൻ ഓഫ് മംഗൾ പാണ്ഡെ ഇന്ത്യൻ സോൾജേഴ്സ് കെയിം ടു ഡൽഹി. അതിനുശേഷം അതായത് മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, നമ്മുടെ ബ്രിട്ടീഷുകാരെ എന്നാ കൊന്നത് 1957 ഏപ്രിൽ 8, 1956 ഏപ്രിൽ 8. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനകത്ത് ഇന്ത്യൻ സോൾജേഴ്സ് എല്ലാം എങ്ങോട്ട് വന്നു മക്കളെ? ഡൽഹിയിലേക്ക് വന്നു. ആൻഡ് പ്രൊക്ലൈംഡ് ദ മുഗൾ റൂളർ ബഹദൂർ ഷാ സെക്കൻഡ് ആസ് എംപറർ ഓഫ് ഇന്ത്യ. ആ സമയത്തുണ്ടായിരുന്ന മുഗൾ രാജാവായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ്. ആരാണ് ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആര് അവരോധിച്ചു? ഈ ഇന്ത്യൻ സോൾജേഴ്സ് അവരോധിച്ചു. അപ്പോൾ നോക്കിക്കേ, ദ റിബല്യൻ ഓഫ് 1857 1957 ഈ വിപ്ലവം തുടങ്ങിയത് എവിടെയാണ്? മീററ്റ് ഉത്തർപ്രദേശിലാണ്. ആഫ്റ്റർ ദി അസാസിനേഷൻ ഓഫ് ദി മംഗൾ പാണ്ഡെയുടെ അസാസിനേഷന് ശേഷം ഇന്ത്യൻ സോൾജേഴ്സ് എവിടേക്ക് വന്നു മക്കളെ? ഡൽഹിയിലേക്ക് വന്നു. എന്നിട്ട് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ ആരായിട്ട് മാറി? ഇത് എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു, ഇവർ അവരോധിച്ചു. എന്ന് വെച്ചാൽ പ്രഖ്യാപിച്ചു, പ്രൊക്ലൈംഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദി സോൾജേഴ്സ് ദ റൂളേഴ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഹു ഹാഡ് ലോസ്റ്റ് ദെയർ പവേഴ്സ് പ്രസൻസ് ആൻഡ് others people participate in the rebellion in many parts of northern India. അതായത് നോർത്തേൺ ഇന്ത്യയിലെ സോൾജേഴ്സ്, അതോടൊപ്പം തന്നെ വേറുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഭരണാധികാരികൾ, മറ്റുള്ള പീപ്പിൾസ് എല്ലാം എന്ത് ചെയ്തു, ഇതിനകത്ത് എന്ത് ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു വിത്തിൻ മന്ത്സ്. പക്ഷെ എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ ഇതിനെ എന്ത് അടിച്ചമർത്തും. വിത്തിൻ മന്ത്സ് ദ ബ്രിട്ടീഷ് സപ്രസ് ദ റിബല്യൻ എവരിവെയർ. എല്ലായിടത്തും എന്ത് ചെയ്തു, കുറച്ച് മാസങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, റിബല്യൻ സപ്രസ് ചെയ്തു. ഇനി മെനി ഇന്ത്യൻസ് വെയർ നോട്ട് ഷോട്ട് ഡെഡ്. മിക്കതും എന്തിന്, കുറേ പേര് വെടിയേറ്റ് മരിച്ചു. മെനി വെയർ കനൻ ടു ഡെത്ത്. ചിലർ തൂക്കി കൊന്നുകയൊക്കെ ചെയ്തു. ഇനി തൗസൻഡ്സ് ഹു വെയർ എലൈവ് വെയർ ഹാങ്ഡ് അപ്സ്.
നോക്കിയേ മക്കളെ, ഇനി മെനി ഇന്ത്യൻസ് വെർ ഷോട്ട് ഡെഡ്, കുറേ ഇന്ത്യക്കാർ എന്ത് ചെയ്ത് വെടിവെച്ച് വന്നത്. മെനി വെർ കനോട്ട് ഡെത്ത്, ചില പേര് എന്ത് ചെയ്ത് വെടിവെച്ചൊക്കെ എന്ത് ചെയ്തു കൊന്നു. തൗസൻഡ്സ് ഓഫ് ദി പീപ്പിൾസ് വെർ ഹാങ്ഡ് അപ്സൈഡ് ദി ബ്രാഞ്ചസ് ഓഫ് ടീച്ച്, ചിലരെയൊക്കെ എന്ത് ചെയ്തു ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ തലകീഴായി കെട്ടിയിടുകയൊക്കെ ചെയ്ത്. വളരെ ക്രൂരതകളാണ് കേട്ടോ ഇവർ ചെയ്തത്. ഔട്ട് ഓഫ് ദി 1.5 lakhs killed in the riots in ഔദിൽ മാത്രമായിട്ട് ഏകദേശം 1.5 lakhs ആയിട്ടുള്ള ആൾക്കാർ, 1.5 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു. 1 lakh were സിവിലിയൻസ്, അതിനകത്ത് 1 lakhs എന്ന് പറയുന്നത് സിവിലിയൻസ് ആയിരുന്നു. ദി യൂണിറ്റ് ഓഫ് ദി ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾസ് ഇന്ത്യ വെർ ഏബിൾ ടു റെസിസ്റ്റ് സ്ട്രോങ്ലി ദി ബ്രൂട്ടൽ ഓപ്പറേഷൻസ് ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് ഇവരുടെ ഒരു യൂണിറ്റ്, ഇന്ത്യയിലെ വ്യത്യസ്ത ആൾക്കാരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒപ്രസ് ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ ബ്യൂട്ടൽ ഓപ്പറേഷന് എതിരായിട്ട് പോരാടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈവൻ ദർ വെർ നോ റൈറ്റ്സ് ദി ഇൻസർജൻസ് ഹാസ് ടു സപ്പോർട്ട് ദി കോമൺ പീപ്പിൾ. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദി റിബലിയൻ വാസ്, ഇത് ഈ ഒരു റിബലിയുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ കലാപം നടക്കാത്ത സ്ഥലങ്ങളിൽ പോലും എന്താണ് ഈ കോമൺ പീപ്പിൾസിന് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈവൻ ദർ വെർ നോ റൈറ്റ്സ് ഇൻസർജൻ ഹാസ് എ സപ്പോർട്ട് ഫോർ ദി കോമൺ പീപ്പിൾസ് സപ്പോർട്ട് എന്നാണ് ഈ വിപ്ലവകാരികൾക്ക് കിട്ടിയിരുന്നു എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് റിയൽ സ്ട്രെങ്ത്, ഈ ഒരു ഇതിൻ്റെ റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആരായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ പറഞ്ഞു എന്താണ് പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തു ഈ റിബല്യൻ നടന്നു. അപ്പോൾ ഓരോരുത്തർക്കും നേതൃത്വം നൽകാൻ ഓരോരോ വ്യക്തികൾ വേണ്ട മക്കളെ. അപ്പം നോക്കിക്കേ, ഡൽഹിയിൽ ആരൊക്കെയാന്ന് നോക്കിയേ? ജനറൽ ഭക്ത് ഖാനും ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമായിരുന്നു ഡൽഹിയിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത്? പീപ്പിൾ അടുത്ത റബല്യൻ ആരാണെന്ന്? ബഹദൂർ ഷാ സെക്കൻഡ്. ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ്. ജനറൽ ഭക്ത് ഖാൻ ആരായിരുന്നു? ജനറൽ ഭക്ത് ഖാൻ. ഇനി ഈ ബഹദൂർ ഷാനെ നമ്മൾ എന്താ പറഞ്ഞത്? റിബൽസ് ഡിക്ലെയർഡ് ഹിം ആസ് എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു? ഈ റിബൽസ്, അതായത് റെബല്യൻ നടത്തിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിബൽസ് എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിനെ എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് എന്ത് അവരോധിച്ചു. ആഫ്റ്റർ ദി റെവല്യൂഷൻ ദ ബ്രിട്ടീഷ് എക്സ്പെൽഡ് ഹിം ടു റംഗൂൺ, അതിൻ്റെ റെവല്യൂഷന് 1957 ആ ഒരു റെബല്യന് ശേഷം അദ്ദേഹത്തിനെ എങ്ങോട്ട് നാട് കടത്തി? എക്സൈൽഡ് എന്ന് വെച്ചാൽ നാട് കടത്തി. ഇങ്ങോട്ട് റംഗൂണിലേക്ക് നാട് കടത്തിയത് ആരെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് പേര് ആര് പറയാം? അത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഇനി ജനറൽ ഭക്ത് ഖാൻ, ദ മിലിറ്ററി ജനറൽ ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ് മിലിറ്ററി ജനറൽ ആയിരുന്നു ആര്? ജനറൽ ഭക്ത് ഖാൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഝാൻസിയിൽ ആരൊക്കെയായിരുന്നു മക്കളെ? ഝാൻസിയിൽ ആരായിരിക്കും? റാണി ലക്ഷ്മിബായ് റൂളർ ഓഫ് ഝാൻസി. ഓക്കെ, കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബ് താന്തിയ തോപ്പി, ദ റൂളർ ഓഫ് മറാത്തയിലെ റൂളർ ആയിരുന്നു ആര്? നാനാ സാഹിബ് താന്തിയ തോപ്പി എന്ന് പറയുന്നത് നാനാ സാഹിബിൻ്റെ ആർമി ചീഫായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആർമി ചീഫായിരുന്നു ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗറില്ല വാർഫെയർ പ്രാക്ടീസ് ചെയ്ത് ഗറില്ല യുദ്ധമുറ എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഗറില്ല യുദ്ധമുറ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആരായിരുന്നു എന്ന് താന്തിയ തോപ്പി. അപ്പോൾ നമുക്കൊന്നും ഇതൊക്കെ ഡൽഹിയിൽ ആരായിരുന്നു പേഴ്സൺ? ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്ത് ഖാനും. ബഹദൂർ ഷാ സെക്കൻഡിനെ ആയിരുന്നു എംപറർ ഓഫ് ഇന്ത്യ. അതിനുശേഷം അദ്ദേഹത്തിന് എങ്ങോട്ടാണ്? റംഗൂണിലേക്ക് നാട് കടത്തി. ഇനി ഝാൻസിയിലായിരുന്നു റാണി ലക്ഷ്മിബായി ആയിരുന്നു. നാനാ സാഹിബും താന്തിയ തോപ്പി എവിടെയായിരുന്നു? കാൺപൂർ ആയിരുന്നു. ഇനി ഗറില്ല വാർഫെയർ പ്രാക്ടീസ് ചെയ്തത് ആരായിരുന്നു? താന്തിയ തോപ്പി ആയിരുന്നു. നാനാ സാഹിബിൻ്റെ ആർമി ചീഫ് ആരായിരുന്നു? അത് താന്തിയ തോപ്പി ആയിരുന്നു. ഇനി ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ബീഗം ഹസ്രത്ത് മഹൽ, റൂളർ ഓഫ് ഔദ്. ഈ ഔദിനെയാണ് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഫസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഏതാണെന്ന് വൺ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയണം മക്കളെ? ഔദ് എന്ന് പറയണം. ഓക്കെ, മിസ്റൂളിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവരെന്ത് ചെയ്യുന്നത്? പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ, റൂളർ ഓഫ് ഔദ്. ആരാ ഇൻ ബീഹാർ? ബീഹാറിലെ ആരയിൽ ആരായിരുന്നു? കൻവർ സിംഗ്. ആരാ ഇൻ ബീഹാറിലെ ആരയിൽ ആരായിരുന്നു? ആരാ ഇൻ ബീഹാർ? കൻവർ സിംഗ് ആയിരുന്നു. അത് ഫാർമർ ലോർഡ് ഓഫ് ജഗദീഷ്പൂർ. ഓക്കെ, അപ്പോൾ ബീഹാറിലെ ആരയിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. അപ്പോൾ കൻവർ സിംഗ് ഇവിടെ കാൺപൂരിൽ നാനാ സാഹിബ് താൽപൂർ. കൻവർ സിംഗ് എവിടെയാണ്? ആര കൻവർ ആര കൻവർ ഏതാണ്? ആരയിലാണ്. ഇനി ഈ റിബലിയൻ എന്താ? എല്ലാ റിബലിയനും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആണ്. അപ്പം നോക്കിയാൽ മക്കളെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ദ റിബലിയൻ വാസ് കൺഫൈൻഡ് ഫ്യൂ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് എന്ത് ചെയ്തു? ഈ റെബലിയൻ ഒതുങ്ങി. അതായത് ഇന്ത്യയിലെ എല്ലാ പാർട്ടിയിലേക്കും എന്ത് ചെയ്തില്ല? ദ റെബലിയൻ ഓഫ് 1857 അല്ലെങ്കിൽ ദ റിവോൾട്ട് ഓഫ് 1857 എന്ത് ചെയ്തില്ല? ബാധിച്ചിരുന്നില്ല. ദ റെബലിയൻ ഹാസ് നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു സംഘടിതപരമായിട്ടുള്ള ലീഡർഷിപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല? ദ റെബലിയൻ ഓഫ് 1857 ഉണ്ടായിരുന്നില്ല. ദ കമ്പനി ആർമി ഹാസ് മോർ ഇംപ്രവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽസ് ആൻഡ് മ്യൂട്ടിനീസ്. അതായത് ഈ സാധാരണ ഈ മ്യൂട്ടിനീസ് ഈ ഒരു
ഈ ഒരു റബൽസിനെയും കാട്ടി എന്താണ് കമ്പനി ആർമിക്ക് എന്ന് പറയുന്ന കൂടുതൽ ശക്തിയായിട്ടുള്ള മിലിറ്ററി ആർമീസും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ സ്കിൽസും ഒക്കെ ആർക്ക് കൂടുതലായിരുന്നു? കമ്പനി ആർമിക്ക് കൂടുതലായിരുന്നു. ദ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ജനറലി ഡിഡ് നോട്ട് സപ്പോർട്ട് ദി റിബൽ. അതായത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് മധ്യവർഗ്ഗക്കാർ ആര് സപ്പോർട്ട് ചെയ്തില്ല? ഈ ഒരു റിബലിനെ സപ്പോർട്ട് ചെയ്തില്ല. എ സെക്ഷൻ ഓഫ് ദി പ്രിൻസ്ലി റൂളേഴ്സ് അബ്സ്റ്റൈൻഡ് ഫ്രം ദി റെബലിയൻ. അതായത് ഒരു പക്ഷം പ്രിൻസ്ലി റൂളേഴ്സ് എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഈ ഒരു റെബലിയിൽ നിന്ന് മാറുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ ലിമിറ്റേഷൻസ്? ഇറ്റ് വാസ് കൺഫൈൻഡ് ഓൺലി ഫ്യൂ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യയിൽ മാത്രമായിട്ട് നിലനിന്നു. ഇതിനൊരു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്പനി ആർമിയുടെ അവരുടെ സംബന്ധിച്ച് എന്താണ് മ്യൂട്ടനിയസിനെ കാട്ടി അവരുടെ മിലിറ്ററി ആയാലും ഓർഗനൈസേഷൻ സ്കിൽസ് ആയാലും കുറേ കൂടി ഇംപ്രവൈസ്ഡ് ആയിരുന്നു, കുറേ കൂടി എന്താണ് മെച്ചപ്പെട്ടതായിരുന്നു. പിന്നെ മിഡിൽ ക്ലാസ്, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് മധ്യവർഗം ഈ ഒരു റിബലിയനെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ മിക്ക എന്താണ് പ്രിൻസ്ലി റൂളേഴ്സ് പ്രാദേശികപരമായിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്തില്ല? ഈ ഒരു റിബലിയനിൽ പങ്കെടുത്തില്ല. ഇനി ഈ ഒരു although the revolt of 1857 was suppressed by the British നമ്മൾ പറഞ്ഞില്ലേ. നെക്സ്റ്റ് ദ ഇമ്പാക്ട് ഓൺ ലേറ്റർ ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിന് ശേഷം ഈ ഒരു റിവോൾട്ട് കാരണം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ്, എന്തൊക്കെയാണ് ഈ ഒരു റിവോൾട്ട് കാരണം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിനെ സ്വാധീനിച്ച കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 1857 റിവോൾട്ടോട് കൂടി എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ ഇൻ ഇന്ത്യ എൻറ്റഡ്. ഇതിനോടുകൂടി ഇന്ത്യയിൽ ഇവരുടെ റൂൾ അവസാനിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ വാസ് കമ്മൺ ഇൻ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളായിട്ട് മാറി. ഇന്ത്യയിലെ ഭരണം ആരുടെ കൺട്രോളിലായിട്ട് മാറി? അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. പൊസിഷൻസ് ഓഫ് ദി ഗവർണർ ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ എന്തായി മാറി മക്കളെ? വൈസ്രോയി ആയിട്ട് മാറി. എന്താണ്? വൈസ്രോയി ആയിട്ട് മാറി. ഗവർണർ ജനറൽ എന്ന് അത്രയും നാൾ അറിയപ്പെടുന്നത്, ഇനി അതിനുശേഷം എന്താണ്? ഈ റിവോൾട്ടിന് ശേഷം അറിയപ്പെടുന്നത് എന്തായിരിക്കും? വൈസ്രോയി എന്നാണ്. ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യസ് ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്സ്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ എന്ത് ചെയ്ത മക്കളെ? അവസാനിപ്പിച്ചു. ഇനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ആരെങ്കിലും ഭരണം ഏറ്റെടുക്കണമല്ലോ. അത് ആരുടെ ബ്രിട്ടീഷ് ക്യൂനിൻ്റെ, അതായത് എലിസബത്ത് രാജ്ഞിയുടെ കൺട്രോളിലായിട്ട് മാറി. ഇപ്പോൾ എലിസബത്ത് രാജ്ഞി നേടിയ എന്താണ്? കുറച്ചും കൂടി ഒരു എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ പൊസിഷൻസ് ഓഫ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടായി വൈസ്രോയി എന്നാക്കി മാറ്റി. പിന്നെ മറ്റുള്ള നാഷണൽ മൂവ്മെൻറ്റ്സിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 1857 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ട് എന്താണ് ഒരുപാട് സിനിമകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, 1857 ബൈ മോഹൻ സിൻഹെ, മംഗൾ പാണ്ഡെ, ദ റൈസിംഗ് ഡയറക്ടർ ബൈ കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത സിനിമയാണ് എന്ത്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ആരാണ് മക്കളെ? കേതൻ മേത്ത. 1857 ബൈ മോഹൻ സിൻഹെ. 1857 എന്ന് മാത്രം ചോദിച്ചാൽ നമ്മൾ ഏതാണ് മക്കളെ പറയേണ്ടത്? മോഹൻ സിൻഹയാണ് പറയേണ്ടത്. 1857 മാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം നമ്മൾ? മോഹൻ സിൻഹെ പറയണം. ഓക്കെ, 1857 ബൈ മോഹൻ സിൻഹെ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ബൈ കേതൻ മെഹ്ത്തയാണ് ഇത് സംവിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്രിഷ് ജഗർലമുടി മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി. മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന ആ ഒരു സിനിമയെ രചിച്ചതാരാണ്? ക്രിഷ് ജഗർലമുടി ഇങ്ങനെ പഠിക്കാം മക്കളെ. ക്രിഷ് ജഗർലമുടി മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് അദ്ദേഹമാണ്. ദ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് കേതൻ മെഹ്ത്ത. 1957 ബൈ ആരാണ്? മോഹൻ സിൻഹെ. അതാണ് മോഹൻ സിൻഹെ. ഓക്കെ, ഇനി നോക്കിക്കേ, മഹാശ്വേത ദേവി നോവൽസ് ഝാൻസി റാണി. അവരുടെ നോവൽ എന്ന് പറയുന്ന നോവലാണ് എന്ത്? ഝാൻസി റാണി. നോവൽ ആരാണ്? ഝാൻസി റാണി. ഇനി മലയാറ്റൂർ രാധാകൃഷ്ണൻസ് നോവലാണ് അമൃതം തേടി വർ ഓൾസോ റിട്ടൺ അഗൈൻസ്റ്റ് ദി ബ്രേക്ക് ഡ്രോപ്പ് ഓഫ് ദി റിവോൾട്ട് 1857. മക്കൾ ഇത് രണ്ടും എന്താണ്? ഇതുവരെ സിനിമയാണ്. അപ്പോൾ സിനിമ ഏതൊക്കെയാണ്? 1857 ബൈ മോഹൻ സിൻഹെ, മംഗൾ പാണ്ഡെ ദ റൈസിംഗ് കേതൻ മെഹ്ത്ത, ക്രിഷ് ജഗർലമുടിയാണ് മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി. ക്രിഷ് ജഗർലമുടി മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി. പിന്നെ നമ്മൾ രണ്ട് നോവൽസ് ആണ് പഠിക്കുന്നത്. ഝാൻസി റാണിയെ കുറിച്ച് നോവൽ എഴുതിയതാണ് മഹാശ്വേത ദേവി ഝാൻസി റാണിയെ കുറിച്ച് നോവൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിപ്ലവം 1957 ഈ ഒരു റിവോൾട്ടിനെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള മറ്റൊരു നോവലാണെന്ത്? അമൃതം തേടി ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണനാണെന്ത് ഇതെന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ മക്കളെ, ഇതിൻ്റെ അവസാനം പറയുന്നത് ഫോറിനേഴ്സ് ഹു കെയിം ഫോർ ട്രേഡ് ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ. The subsequent natural struggles were fueled by the resistant movements of peoples in various. അതായത് ഇവർക്ക് മെയിനായിട്ട് വേണ്ടിയിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും പിന്നീട് അവർക്ക് പൊളിറ്റിക്കൽ പവറാണ് അവർക്ക് കൂടുതലായിട്ട് കിട്ടിയത്. ഇതിനെതിരെ ജനങ്ങൾ പോരാടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളായി.
അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിംസ്, അതിൻ്റെ ലിറ്ററേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണനാണ്. പിന്നെ ഈ ഒരു ബോക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് നമ്മൾ റിവോൾട്ട് ഓഫ് 1857 വന്നു വെച്ചാൽ ഈ ഒരു ബോക്സ് വരയ്ക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. ഞാൻ മംഗൾ പാണ്ഡെയുടെ കാര്യങ്ങൾ പറയണം. റിവോൾട്ട് ഓഫ് 1857 കാര്യങ്ങൾ, ബഹദൂർ ഷാ ആരൊക്കെ മറ്റേത് എംപറർ ഓഫ് ഇന്ത്യ, ഇതൊക്കെ എന്ത് ചെയ്യുക പറയുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ആണ്. റിവോൾട്ട് ഓഫ് 1857 തുടങ്ങുന്നത് ഇവിടുന്നാണ് മക്കളെ കേട്ടോ. ഇവിടുന്നാണ് 1857 ആ ഒരു ഹിസ്റ്റോറിയൻസ് കൺസിഡേർഡ് ഈ ഒരു പാരഗ്രാഫ് മുതലാണ് തുടങ്ങുന്നത്. നെക്സ്റ്റ് ഇവിടെ മുതൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് ആണെങ്കിൽ എഴുതിയാലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ മുതൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, സബ്സിഡറി അലയൻസ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കളെ മെൻഷൻ ചെയ്ത് പറയണം. പിന്നെ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ബോക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു ബോക്സ് വളരെ ടാക്സ് പോളിസീസിൻ്റെ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയുക.